ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റി ഒരു 80 പോയിൻറ്റ്സോളം ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വെച്ചാൽ ചെറിയ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഒരു സെല്ലിങ് സൈഡ് എടുക്കാൻ വേണ്ടിയാണ് ഞാനിരുന്നത്. പക്ഷേ ഇതിപ്പം ഭയങ്കര ഗ്യാപ്പ് അപ്പ് ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ എൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു ഡൗൺ സൈഡ് മൂവ് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഒരു അപ്പ് സൈഡ് തന്നെ എടുക്കാം, അപ്പ് സൈഡ് ട്രേഡ് നമുക്ക് എടുക്കാം. ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അപ്പ് സൈഡ് ട്രേഡ് ഫസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എൻട്രി ചെയ്യത്തുള്ളൂ. എന്തായാലും ഇത് കുറച്ച് റിസ്ക്കിയാണ്. എന്തായാലും ഞാനൊരു അപ്പ് സൈഡ് എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യും ട്രേഡ്. അല്ല, പെട്ടെന്ന് ഹൈ, അതായത് വലിയ താമസമില്ലാണ്ട് ഹൈ 1-2 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്യും. ഇല്ല, സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അധികം സമയം എന്തായാലും ഈ ട്രേഡ് ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്യത്തില്ല, കുറച്ച് റിസ്ക്കിയാണ്. അതായത് മോർണിംഗിൽ കുറച്ച് റിസ്ക്കിയാണ്. ഫസ്റ്റ് ട്രേഡ് ഇങ്ങനെ എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അല്ല, നമുക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസ് ആയതിനു ശേഷം അപ്പ് സൈഡ് ട്രേഡോ ഡൗൺ സൈഡ് ട്രേഡോ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ മോർണിംഗ് ട്രേഡ് എടുത്തേക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്, അപ്പ് സൈഡ് ട്രേഡ്. നമുക്ക് ഇത് ഡിസിസീവായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോയിന്റിന് വേണ്ടി ഹോൾഡ് ചെയ്യാം ഈ ട്രേഡ്. ഇല്ല, ഇതവിടെ സൈഡ് വേസ് പോലെ നിൽക്കുകയാണെങ്കിലും നമ്മൾ ചെറിയ പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യും. അല്ല, ഈ ക്യാൻഡലിലെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം ഇത്രയും അപ്സൈഡ് ആയതുകൊണ്ട്, ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് സെല്ലേഴ്സിൻ്റെ എസ്എൽ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 22,300 മുകളിലാണല്ലോ ഓപ്പൺ ആയേക്കുന്നത്. എന്നാലും സെല്ലേഴ്സ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അവർ കട്ട് ചെയ്തില്ല. ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വന്ന് അവർക്കൊരു പ്രതീക്ഷ കിട്ടും. അപ്പോൾ അവർ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യത്തില്ല. പക്ഷേ അത് മുകളിലോട്ട് പോകുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും. നമുക്കൊരു നല്ല മൂവ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആണെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്യും. പക്ഷേ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ, നിഫ്റ്റിയിൽ ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ അതനുസരിച്ചുള്ള ഗ്യാപ്പ് അപ്പ് ഇല്ല. അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ അപ്വേർഡ് ട്രേഡ് നമുക്ക് കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ഹോൾഡ് ചെയ്യാമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 200 പോയിൻറ്റ്സ് ഒക്കെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എന്താ പറയുക, ഈ ട്രേഡ് എന്താ പറയുക പറന്നേനെ. പക്ഷെ അതിനുള്ളൊരു സ്കോപ്പ് എന്തായാലും ഇല്ല. കാരണം നിഫ്റ്റിയിൽ മാത്രമേ ഇത്ര ഗ്യാപ്പ് ഉള്ളൂ. നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുമ്പം ഒന്ന് ബാങ്ക് നിഫ്റ്റിയും കൂടെ, 2 ഇൻഡെക്സും കൂടെ നമ്മളൊന്ന് നോക്കിക്കോണം, ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ ഒരു ക്യാൻഡിലൊക്കെ ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ല പോയിന്റ് വേണ്ടി ട്രേഡ് ഹോൾഡ് ചെയ്യായിരുന്നു. ഇത് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോസിറ്റീവ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓവറോൾ ബാങ്ക്സും എല്ലാം പോസിറ്റീവാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ മൂവ് നുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ട്രേഡ് ഒന്ന് നോക്കാം. ഈ ട്രേഡിൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ഞാൻ എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തു കേട്ടോ. കാരണം ഡിസിസീവായിട്ട് ഒരു മൂവ്, അതായത് എസ്എൽ കട്ടാവുന്നൊരു ഫീല് കിട്ടുന്നില്ല. ശരിക്കും നല്ലൊരു അപ്പ് മൂവ് നമുക്ക് കിട്ടേണ്ടതാണ്. ഓൾമോസ്റ്റ് 3000+ നമ്മൾ എത്തിയിട്ടുണ്ട്. 3500 വരെയൊക്കെ എത്തിയായിരുന്നു.
നമ്മുടെ പാർഷ്യൽ ക്വാണ്ടിറ്റി എന്തായാലും ബുക്ക് ചെയ്യും, കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഇത് എക്സിറ്റ് ചെയ്ത് ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 3000 ക്ലോസ് ടു 3000 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എക്സിറ്റ് ചെയ്തപ്പം നല്ല ഡിസിസീവായിട്ടൊരു ക്യാൻഡിൽ വരുന്നുണ്ട്. ഇത്രയും സമയം അത് വന്നില്ല. ഞാനിത് എക്സിറ്റ് ചെയ്യാൻ ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ മൂവ് ഉള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ RSI ഭയങ്കര ഹൈ ആണ്, RSI ഓവർ ബോട്ടാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് കൂൾ ഡൗൺ ആവാനായിട്ട് ഒരു ഡൗൺ മൂവ് വരും. അപ്പോൾ ആ ഒരു ഡൗൺ മൂവ് കണ്ടോ, ഇത് നല്ല ക്യാൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനൊരു ക്യാൻഡിൽ ഒരു മിനിറ്റ് മുമ്പേ വന്നായിരുന്നു നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്തതിന്. ഇതിപ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യും. കുഴപ്പമില്ല, നമ്മളെന്തായാലും അത്യാവശ്യം പ്രോഫിറ്റ് ആ ട്രേഡിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ എൻട്രി പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു കേട്ടോ. നല്ല ഉക്കരം ഗ്രീൻ അല്ല, ഇത് ബ്രേക്ക് ചെയ്യും. എന്നാലും ഇത്ര ഹൈയിൽ റിസ്ക് തന്നെയാണ് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം RSI ഭയങ്കര ഹൈയാണ്, RSI ഓവർ ബോട്ടാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം, കിട്ടുമെങ്കിൽ നമുക്ക് അതെടുക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഹൈ എന്തായാലും ടച്ച് ചെയ്തു. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡ് എൻട്രി ചെയ്യുന്നുള്ളൂ നോക്കിയിട്ട്, അല്ലാണ്ട് നമുക്കൊരു ഇമ്പൾസീവായിട്ടൊരു ട്രേഡിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇനി അപ്സൈഡ് ട്രേഡ് എൻട്രി ചെയ്യാനും പറ്റില്ല, കാരണം നമ്മുടെ എൻട്രി പോയിൻ്റൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഹൈയിൽ പോയിട്ട് എൻട്രി ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അല്ല, ഇത് റീട്രേസ് ചെയ്ത് നമുക്കൊരു അപ്സൈഡ് മൂവ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഇവിടെ തന്നെ നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഉണ്ടോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും ഒരു പി ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. കാരണം RSI ഹൈ ആയതുകൊണ്ട് ഒരു കൂൾ ഓഫ് വരും RSIയിൽ. ഞാൻ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഡൗൺ സൈഡ് ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ, പി ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. അതെനിക്കിതിൽ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, ഞാനത് കാണിച്ചു തരാം. അത് നമുക്കെന്തായാലും പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ക്വിക്ക് ഡൗൺ മൂവിനുള്ള സാധ്യതയുണ്ട്. അതും ക്ലോസ് ടു 3000 പ്രോഫിറ്റ് കാണിച്ചു. നമുക്കതും എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എക്സിറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഡെയിലി ടാർഗറ്റൊക്കെ എത്തി. 4500 4700 രൂപ എത്തി. നമ്മളെന്തായാലും മേജർ ക്വാണ്ടിറ്റീസ് എക്സിറ്റ് ചെയ്തു. നമ്മുടെ റിയലൈസ്ഡ് പ്രോഫിറ്റ് ക്ലോസ് ടു 5000 ആയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഈ കണ്ട പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇനി നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അത് നമ്മൾ എക്സിറ്റ് ചെയ്തു. നമ്മൾ
5500 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡേ നമുക്ക് ഇതുകൊണ്ട് ക്ലോസ് ചെയ്യാം. കാരണം RSI കൂൾ ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പ് മൂവ് ആണെങ്കിൽ അത് വീണ്ടും അപ്പിലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ട്രേഡ് ഒരു റിസ്കി ട്രേഡാണ്, അത് അങ്ങനെ ഹോൾഡ് ചെയ്താൽ ശരിയാവില്ല. എന്നാൽ നമ്മൾ 2 ട്രേഡ് എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടോ ആ തേർഡ് ക്യാൻഡലിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഹൈയിലോട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ പിന്നെ റിവേഴ്സ് ക്യാൻഡിലാണ്. RSI ഉണ്ട്, RSI 80യുടെ മുകളിലെത്തി. അപ്പോൾ എന്തായാലും ഒരു കൂൾ ഓഫ് അവിടെ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.